ഹായ്, ഞാൻ ജെസ്സി. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അരി ഇന്നലെ രാവിലെ അപ്പം ചുടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ണിയപ്പത്തിനൊരു പൂതി. അപ്പോൾ ആ അരി എടുത്തുങ്ങാണ്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. രാവിലത്തെ ചായക്ക് എന്തുണ്ടാക്കിയെന്ന് വെച്ചാൽ പുട്ടും പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി രാവിലെ അതങ്ങനെ കഴിഞ്ഞു. അപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഈ കുതിർത്ത് വെച്ച അരിയേക്ക് ചെറിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഏലക്കായൻ്റെ കുരുവാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുത്തു. പുട്ടിൽക്ക് എടുത്തിരുന്ന ചെറുപഴത്തിൻ്റെ ബാക്കി 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മുറിച്ചിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം ഇട്ടാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പത്തിന്. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുത്തിട്ടുണ്ട്, അതൊന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇനി അരച്ചെടുക്കുന്നത്. പലതരത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കണത്. നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ട്. ഈ ചെറുപഴം ഇട്ട കാരണം കൊണ്ട് നല്ലോണം അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് കൊണ്ടൊരു ബാലൻസിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും ഉപ്പ് കുറച്ചും കൂടി ഇട്ടാൽ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത്, നാള് എള്ള് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തുങ്ങാണ്ട് ഒരു സ്പൂണ് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നെയ്യ് കുറച്ചെടുത്തിട്ട് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൽ മിക്സ് ആക്കണത്. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തുങ്ങാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നല്ലോണം ഒരു ബ്രൗൺ കളറാണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആയാൽ എന്താക്കുക, ഇതിലേക്ക് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും ആയാൽ എന്താ വേണ്ടത്, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വന്നാൽ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോന്നും ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോണത് നത്തൾ മീനേന്നോ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചങ്ങാണ്ട് അതിൻ്റെ വേസ്റ്റ് എന്താക്കി, കോഴികളുണ്ട്, കോഴികൾക്ക് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നു. ഓൽക്കത് ഇട്ട് കൊടുത്താൽ എന്താണോ എല്ലാവരും അതങ്ങനെ കൊത്തിങ്ങാണ്ട് നല്ല ഇഷ്ടമാണ്, അതങ്ങനെ തിന്നോളൂ. കുറച്ച് കോഴികളെ ഇപ്പോൾ ഉള്ളൂ. മുന്നുണ്ടായിരുന്നതൊക്കെ അറുത്തു. ഇനിയിപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. ഇവരെ തീരെ പുറത്തേക്ക് വിടാലേ ഇല്ല. പിന്നെ ഓല പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അവിടെ. അത് കഴിഞ്ഞ് മീനിതാ ഒക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഇന്നലെ വാങ്ങിയ മീനിൻ്റെ തലയും വാലും കാലൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനാദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ ഉള്ളിയും പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടും കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. വാടി വന്നപ്പോൾ ഞാൻ ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചങ്ങാണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു തക്കാളിയും കൂടി മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി എല്ലാം കൂടി ഒന്ന് വാടി വന്നതിന് ശേഷം എരിക്കാവശ്യമുള്ള കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് തേങ്ങ അരക്കാത്ത കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റുകളൊക്കെ പറയുക, സപ്പോർട്ട് ചെയ്യുക. ഉള്ളിയും തക്കാളിയും പൊടികളും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ എന്താക്കുക, മീനിൻ്റെ തലയും ഇതുകളൊക്കെ മാറ്റി വെച്ചതുകളില്ലേ അതൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. അപ്പോൾ കറി റെഡിയാവും. ആ സമയത്ത് തന്നെ ഞാൻ ഇപ്പുറത്ത് കുറച്ച് അരിയും തീമിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് അരി വേകുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് മൂറിയെടുത്തിട്ടുണ്ട്. ചോറൊക്കെ വെന്തു, കറിയും റെഡിയായി. എന്നിട്ട് ഞാൻ എന്താക്കി, ഇവിടെ ബാക്കിലേക്ക് പോന്നു.
ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടാലോ എന്ന് വെച്ചു. ഇവിടെയൊക്കെ ഈ പുല്ലും സാധനങ്ങളൊക്കെ ഒന്ന് പറിച്ചിട്ട് ചെത്തി കോരിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമല്ലോ എന്ന് വെച്ചു. ആദ്യം തന്നെ ഇവിടെ വിത്ത് കുഴിച്ചിട്ടാൽ മതിയെന്നു. അപ്പം തോന്നി ചാക്കിൽ കുഴിച്ചിടാലോ എന്ന്. അതല്ലെങ്കിലും അങ്ങനെ തന്നെ എനിക്ക് തോന്നൽ. ചാക്കിൽ കുഴിച്ചിട്ടുങ്ങാണ്ട് അങ്ങനെ കുറച്ച് വലുതാകുമ്പോൾ തോന്നും നിലത്തേക്ക് കുഴിച്ചിടാലോ എന്ന്. നിലത്തുള്ള സാധനം കുറച്ചിങ്ങനെ വലുതാകുമ്പോൾ അതിനങ്ങനെ കാണുമ്പോൾ തോന്നും ചട്ടിയൊക്കെ എടുത്തുങ്ങാണ്ട് മാറ്റി കുഴിച്ചിട്ടാലോ എന്ന്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ട് ഇരിക്കും ഞാൻ. കുറച്ച് നേരത്തെ പണിയാണെന്നുണ്ടെങ്കിലും ഇതാ അവിടെയൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ അവിടെ തൈകൾ കൊണ്ടുവന്നെങ്ങാണ്ട് കുഴിച്ചിടണം. ഇനിയിപ്പോൾ ആ പണിയും കൂടി ഉണ്ട്. ചാക്കത്തതാ അന്ന് കുഴിച്ചിട്ട വിത്തുകളായിരുന്നു. അപ്പോൾ ഇത്രയും കൂടിയും വലുതായിട്ടുണ്ട്. ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് വേണം അവിടെ ചെറിയ കുഴികളെടുത്തുങ്ങാണ്ട് അതിൽ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. ഇന്നാൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ടെൻഷൻ മാറാൻ ചെടികളൊക്കെ കുഴിച്ചിടുക, പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഈ ചെടി കുഴിച്ചിട്ടാലുള്ള ടെൻഷന് വേറെ പുതിയതായിട്ടുള്ള ടെൻഷൻ അപ്പോൾ വരും. അപ്പോൾ ഇങ്ങനെ ഓരോരോ ചെടികൾ ഇങ്ങനെ കുഴിച്ചിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ വിത്താണ് ആദ്യം കുഴിച്ചിടണമെന്ന് വെച്ചാൽ അപ്പോൾ തോന്നും എന്താണ് പിന്നെ ടെൻഷനായി ഈ വിത്തുകളൊക്കെ മുളക്കുമോ, പിന്നെ ഇത് മുളച്ച് കഴിഞ്ഞാൽ തന്നെ വലിയ തൈയാവുമോ, ഇതുമ്പോൾ സാധനം ഉണ്ടാവുമോ, ഇനി ഏതൊക്കെ വളക്കാരം ഞാൻ ഇട്ട് കൊടുക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷനേക്കാരം ഉണ്ടാവുക. ഇന്നത്തെ എൻ്റെ ടെൻഷൻ ഇവിടെ തുടങ്ങി. ഈ തൈ ഇവിടെ ഇങ്ങനെ വെക്കണോടുകൂടെ തുടങ്ങുകയാണ് ടെൻഷന്. എന്തായി ഇതിനിപ്പോൾ വലുതാവോ, എല്ലാ തൈയും ഉണ്ടാവുമോ, വാടിപ്പോവോ, പിന്നെ ഇതുമ്പോൾ കുക്കുംബർ ഉണ്ടാവോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും ടെൻഷനൊക്കെ ആയിങ്ങാണ്ട് ഞാൻ അവിടെ നിന്ന് എന്താക്കി പോന്നു. ചെരുപ്പൊക്കെ പൈപ്പിൻ്റെ ചോട്ടിൽ ഇട്ടുങ്ങാണ്ട് ഒക്കെ കഴുകിങ്ങാണ്ട് ഇനി ഉള്ളിൽ കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഒക്കെ പുറത്തുനിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി. പിന്നെ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ചട്ടി അടുപ്പത്ത് കെട്ടിങ്ങാണ്ട് മുരിങ്ങ ഉണ്ടായിരുന്നു. മുരിങ്ങ കുറച്ചാദ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇഞ്ചിയല്ല വെളുത്തുള്ളിയും അരിമുളകും ചെറിയ ഉള്ളിയും ഇത് മൂന്നും പാടെ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പും. എന്നിട്ട് എല്ലാം പാടെ കൂടിയങ്ങാണ്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം പിന്നെ എന്താക്കി കുറച്ച് കഞ്ഞിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് അധികം ആക്കണില്ല, ഇത് ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കുന്നുണ്ട്. അടച്ചു വെച്ചെങ്ങാണ്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അധികം വെള്ളമില്ലാതെയാണ് ഈ മുരിങ്ങ വെക്കുന്നത്. ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്, അരിമുളകൊക്കെ ഇട്ടതുകൊണ്ടേ. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ. പിന്നെ മീൻ പൊരിച്ചാണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങ ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് തിരിച്ചും മറിച്ചും കൊണ്ടൊക്കെ ഒന്ന് മീനും പൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയും ടെൻഷനൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.